ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. ദേഷ്യത്തോടെ ചെമ്പകമംഗലത്തേക്ക് വരുന്ന ജയരാമൻ മൈഥിലിക്ക് താക്കീത് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. നീ എന്തിനാ ഇവിടെ വന്നതെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായി തന്നെ അറിയാം. എന്റെ മക്കളുടെ ജീവിതമെങ്ങാനും നശിപ്പിക്കാനാണ് നിന്റെ ശ്രമമെങ്കിൽ നിന്നെ കൊല്ലാനും ഞാൻ മടിക്കില്ലെന്ന് പറഞ്ഞ് ജയരാമൻ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് മൈഥിലിയാണ്. കുഞ്ഞ് സെറ്റിയിൽ കിടന്ന് കളിക്കുന്ന കാണുമ്പോൾ കുഞ്ഞിന്റെ സൈഡിൽ വെച്ചിരുന്ന തലയിണ മനഃപൂർവ്വം തള്ളി താഴേക്കിടുകയാണ് മൈഥിലി. അതേസമയം അകത്തേക്ക് വരുന്ന രാജലക്ഷ്മി അമ്മ കുഞ്ഞ് താഴേക്ക് വീഴാൻ പോകുന്നത് കണ്ട് ഞെട്ടലോടെ ഓടി വരികയാണ്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന മാലതിയും മൈഥിലിയും ചേർന്ന് മീനാക്ഷിയുടെ കുറ്റങ്ങള് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മാലതി പറയുകയാണ്, അന്നാ ജോത്സ്യൻ പറഞ്ഞതല്ലേ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്. ഭാര്യയും ഭർത്താവും ഒരു മുറിയിൽ കഴിയണമെന്ന് പറഞ്ഞിട്ട് അതൊന്നുമല്ലല്ലോ ഇവിടെ നടക്കുന്നത്. മീനാക്ഷിക്ക് കുഞ്ഞിന്റെ കാര്യത്തില് ഒരു ശ്രദ്ധയുമില്ലേ എന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുകയാണ്, കുഞ്ഞിന്റെ സൈഡില് തലയിണ വെച്ചിട്ടാ ഞാൻ പോയത്. എന്നാലേ ഞാൻ വരുമ്പോ അതൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് രാജലക്ഷ്മി അമ്മ പറയുമ്പോൾ മൈഥിലിയെ നോക്കിക്കൊണ്ട് മീനാക്ഷി പറയുകയാണ്, എന്നാലേ ചിലരൊക്കെ അത് തട്ടി മാറ്റിയതാകും. ദേ മീനാക്ഷി, ആരെയും കുറ്റം പറയേണ്ട ഒരു കാര്യവുമില്ല. നമ്മുടെ കാര്യം പെർഫെക്റ്റ് ആക്കിയിട്ട് വേണം മറ്റുള്ളവരെ കുറ്റം പറയാൻ. എന്താണെങ്കിലും ഞാനിപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. ഇനി മുതൽ മൈഥിലിയും കാർത്തിയും ഉറങ്ങുന്ന മുറിയിൽ മീനാക്ഷി കിടക്കണ്ട. എന്നെ ഒരു ഏകാധിപതിയായി നിങ്ങൾ കാണുന്നെങ്കിൽ അങ്ങനെ തന്നെ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ മീനാക്ഷിയുടെ കയ്യിൽ കൊടുത്തിട്ട് രാജലക്ഷ്മി അമ്മ അകത്തേക്ക് പോകുന്നു. തുടർന്ന് മീനാക്ഷി ദേഷ്യത്തോടെ മൈഥിലിയോട് പറയുകയാണ്, നീ എന്തൊക്കെ തറവേലകൾ ഇറക്കിയാലും കാർത്തിയേട്ടന്റെ മനസ്സിൽ നിനക്ക് കയറി പറ്റാനേ സാധിക്കില്ല. ആ മനസ്സ് മുഴുവൻ ഞാൻ തന്നെയാ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ മീനാക്ഷി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടെ ഇരിക്കുന്ന കാർത്തിയാണ്. അതേസമയം മീനാക്ഷി കാർത്തിയുടെ അടുത്തേക്ക് വരികയാണ്. ആ മൈഥിലി കാരണം കാർത്തിയേട്ടൻ ആഹാരം പോലും കഴിച്ചില്ലല്ലോ, ഇന്നാ ഇതെങ്കിലും കഴിക്ക്. എങ്ങനെ ഞാൻ സമാധാനത്തോടെ ആഹാരം കഴിക്കാനാ മീനാക്ഷി എന്ന് കാർത്തി ചോദിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയല്ലേ മുത്തശ്ശി അങ്ങനെയൊക്കെ പറയുന്നത്, നമുക്കും അതനുസരിക്കാമെന്ന് മീനാക്ഷി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് കുഞ്ഞിനെ ഉറക്കി മുറിയിലേക്ക് വരുന്ന മീനാക്ഷിയാണ്. മൈഥിലിയുടെ വേഷം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മീനാക്ഷി. ആരെ വളയ്ക്കാനടി നിന്റെ ഈ വേഷം കെട്ടലൊക്കെ? തേച്ചിട്ട് പോയിട്ടൊന്നും നിനക്ക് പറ്റിയില്ലെന്ന് തോന്നുന്നല്ലോ എന്ന് മീനാക്ഷി ദേഷ്യത്തോട് പറയുമ്പോൾ മൈഥിലി പറയുകയാണ്, ഇതേ എന്റെ ബെഡ്റൂമാ. എന്ത് വേഷം കെട്ടൽ വേണമെങ്കിലും എനിക്ക് ഈ മുറിയിൽ എടുക്കാം. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ ഈ തറവാട്ടിലെ എല്ലാവരും എന്നോട് കടപ്പെട്ടിരിക്കുകയാണ്. ഞാനിതെങ്ങാനും നിർത്തി ഇവിടെ നിട്ടിട്ട് പോയാലേ നിന്റെ മുത്തശ്ശി വരെ എന്റെ കാല് വന്ന് പിടിക്കും. ഇത് നിന്നോടുള്ള എന്റെ പ്രതികാരമായി തന്നെ കൂട്ടിയാൽ മതിയെന്ന് മൈഥിലി പറയുമ്പോൾ എനിക്കറിയാടി എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി പുറത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് മീനാക്ഷി കാർത്തിയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. കാർത്തിയേട്ടാ, ഞാൻ പറയുന്നത് വരെ ബെഡ്റൂമിലേക്ക് പോകരുത്. അതെന്താ മീനാക്ഷി എന്ന് കാർത്തി ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുകയാണ്, അതെ ഇപ്പൊ ബെഡ്റൂമിലേക്ക് പോയാലേ പോലീസ് മുറിയിൽ ചിലരോട് വയലന്റ് ആകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടേ. പിന്നീട് കാണിക്കുന്നത് ജയറാമിനെയാണ്. അടുക്കളയിൽ വന്ന് വെള്ളം ചൂടാക്കി കൊണ്ട് പോകുമ്പോഴാണ് താഴെ ജോലിക്കാരി കിടന്ന് വിറയ്ക്കുന്നത് ജയറാമൻ കാണുന്നത്. ഇയാളെന്താ താഴെ കിടക്കുന്നതെന്ന് ജയറാമൻ ചോദിക്കുമ്പോൾ പുതപ്പ് കൊണ്ടുവരാൻ മറന്നുപോയെന്നും ചോദിക്കാൻ ഒരു മടിയായിട്ടാണെന്നും അവര് പറയുന്നു. അതൊന്നും കുഴപ്പമില്ല, ഞാൻ കൊണ്ടുതരാമെന്ന് പറഞ്ഞ് ജയറാമൻ അകത്തേക്ക് പോകുമ്പോൾ ആ ജോലിക്കാരി കസേരയിൽ കയറി ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിയാണ്. മീനാക്ഷി ചെന്ന് കാർത്തിയോട് പറയുകയാണ്, കാർത്തിയേട്ടാ, ആ മൈഥിലി ഉണ്ടല്ലോ, ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന മദാമ്മയെ പോലെ അവിടെ ഇരിപ്പുണ്ട്. കാർത്തിയേട്ടൻ ആ കാഴ്ച കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? ദൈവമേ, ഇതിലും ഭേദം എന്നെ കൊല്ലുന്നതായിരുന്നെന്ന് കാർത്തി പറയുമ്പോൾ കാർത്തിയേട്ടന് ആ മുറിയിലേക്ക് പോകാനും നമ്മുടെ മോളുടെ ഒപ്പം കിടക്കാനും എന്നാൽ മൈഥിലിയെ കാണാതിരിക്കാനും ഞാനൊരു സൂത്രം ചെയ്തു തന്നാ പോരെ. തുടർന്ന് ഒരു കറുത്ത തുണി എടുത്തുകൊണ്ട് കാർത്തിയുടെ അടുത്തേക്ക് ചെന്ന് മീനാക്ഷി പറയുകയാണ്, കാർത്തിയേട്ടൻ ദേ ഇത് കണ്ണി കെട്ടിക്കൊണ്ട് കിടന്നാ മതി. അതാകുമ്പോൾ ആ നാശത്തിനെ നേരം വെളുക്കുന്നത് വരെ കാണണ്ടല്ലോ. എന്നാലേ മീനാക്ഷി തന്നെ എനിക്കിത് കെട്ടിത്താ, എന്നിട്ട് എന്നെ ബെഡ്റൂമിൽ കൊണ്ടാക്കിയാൽ മതിയെന്ന് കാർത്തി പറയുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് മീനാക്ഷി. പിന്നീട് കാണിക്കുന്നത് ജയറാമനെയാണ്. ജോലിക്കാരിക്ക് ബെഡ്ഷീറ്റും തലയിണയും ഒക്കെ കൊണ്ട് കൊടുക്കുകയാണ് ജയറാമൻ. ഈ കാഴ്ച കാണുന്ന മാലതി മനസ്സിൽ പറയുകയാണ്, ഇയാൾക്കെന്താ അടുക്കളക്കാരിയുമായിട്ട് രാത്രി ഒരു രഹസ്യം പറച്ചില്. തുടർന്ന് ജയറാമൻ അവിടുന്ന് പോയതിനു ശേഷം മാലതി നേരെ ജോലിക്കാരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ ഇവിടെ ഒരു രഹസ്യം പറച്ചില്? അത് പിന്നെ ഞാൻ താഴെ തണുത്ത് വിറച്ച് കിടക്കുന്നത് കണ്ടിട്ട് സാറ് ബെഡ്ഷീറ്റ് കൊണ്ട് തന്നതാണെന്ന് ജോലിക്കാരി പറയുന്നു. നിനക്ക് ഞങ്ങളോട് ആരോടെങ്കിലും ചോദിച്ചാൽ പോരായിരുന്നു എന്ന് മാലതി ചോദിക്കുമ്പോൾ അത് പിന്നെ മറന്നു പോയതാണെന്ന് ജോലിക്കാരി പറയുന്നു. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ മാലതി അവിടെ നിന്ന് ഇറങ്ങാൻ നേരം കാർത്തി അടുക്കളയിലേക്ക് വരികയാണ്. ജോലിക്കാരി ഒന്ന് നോക്കിയതിനു ശേഷം കാർത്തിയും അകത്തേക്ക് പോകുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.